അച്ഛന് മോളോട് ഒരിക്കലും കള്ളൻ പറയാനാകില്ല. അതാ അച്ഛന് സത്യം പറഞ്ഞത്. വേറെ ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടാ. അച്ഛൻ്റെ വാക്കുകൾ ചാട്ടുള്ളി പോലെയാണ് കിങ്ങിയുടെ കാതിൽ മുഴങ്ങിക്കേട്ടത്. അവൾ കാലടി വെക്കാൻ പോലും മറന്നു നിന്നുപോയി. അപ്പോ അപ്പോ എൻ്റെ എൻ്റെ പഠിത്തം, ഡിഗ്രി? വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൾ ചോദിച്ചു. അത് കല്യാണം കഴിഞ്ഞു ആകാലോ മോളെ. ശ്രീദേവി അവളെ സമാധാനിപ്പിക്കാനായി അടുത്തേക്ക് ചെന്നു. വേണ്ട, ആരും വരണ്ട എൻ്റെ അടുത്തേക്ക്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. എനിക്ക് പഠിക്കണം, ജോലി മേടിക്കണം. ഞാൻ സമ്മതിക്കില്ല. കിങ്ങിണി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഞങ്ങൾ വാക്ക് കൊടുത്തു ഉറപ്പിച്ചു മോളെ, അമ്മ പറഞ്ഞു. എന്നോട് ചോദിക്കാതെ എൻ്റെ കല്യാണം തീരുമാനിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? കിങ്ങിണി അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അവളുടെ കത്തുന്ന നോട്ടത്തിന് തന്നെ ഭസ്മമാക്കുവാനുള്ള കഴിവ് പോലും ഉണ്ടെന്ന് കൃഷ്ണപ്രസാദ് ഓർത്തുപോയി. കിങ്ങിണി മോളെ, ഞങ്ങൾ. ചെറിയച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു. വേണ്ട, ആരും അടുത്തേക്ക് വരേണ്ടത്. എന്നെ തുടരുത്. എനിക്ക് നിങ്ങളെ ആരെയും കാണണ്ട. അവൾ പതിയെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. കിങ്ങിണിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണാൻ ശക്തിയില്ലാതെ അച്ഛൻ തലകുലിച്ചു നിന്നു. അച്ഛൻ പറ, അച്ഛനും എല്ലാത്തിനും സമ്മതിച്ചോ? അത്രയ്ക്ക് ഭാരമാണോ അച്ഛയ്ക്ക് ഞാൻ? അവൾ ഏങ്ങി കരഞ്ഞു ചോദിച്ചു പോയി. എൻ്റെ പൊന്നു മോളെ. അച്ഛൻ ഒരു തേങ്ങലോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ്റെ പൊന്നുമോൾ ഒരിക്കലും അച്ഛയ്ക്കൊരു ഭാരമല്ലടാ. നീ എൻ്റെ പൊന്നല്ലേ. നിന്റെ ജീവൻ രക്ഷിക്കാൻ അച്ഛൻ്റെ മുന്നിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. അച്ഛന് നിന്റെ ജീവൻ വെച്ചൊരു പരീക്ഷണം നടത്താൻ വയ്യ. അതാ മോളെ ഞാൻ. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. എനിക്ക് പഠിക്കണം അച്ഛാ. കുറച്ച് നാളും കൂടി എല്ലാവരുടെയും കിങ്ങിണിയെ എനിക്കിവിടെ ജീവിക്കണം. എൻ്റെ പൊന്നുമോളിതാ അങ്ങ് നോക്കിക്കേ. അച്ഛൻ അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. കല്യാണം കഴിഞ്ഞും മോൾക്ക് പഠിക്കാം. അതവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ല പയ്യനാ ജഗത്കുമാർ എന്ന പേര്. വിദേശത്താണ് ജോലി. പൈലറ്റാണ്. നല്ല കുടുംബം, നല്ല ചുറ്റുപാടും. നമുക്ക് ചേരും. അച്ഛാ, അപ്പോൾ എല്ലാം തീരുമാനിച്ചല്ലേ? ഇത്രയേ ഉള്ളൂ അല്ലേ അച്ഛാ അച്ഛൻ്റെ ആദർശം? നോക്കിക്കോ, ഈ കല്യാണം നടക്കില്ല. ചിത്തിരപുരം വീട്ടിൽ കൃഷ്ണപ്രസാദിൻ്റെ മകൾ ഈ ചഞ്ചലയാണെങ്കിൽ എൻ്റെ ശവത്തിനെ അയാൾ കെട്ടു. നിങ്ങളെല്ലാവരും അത് കാണൂ. അത്രയും രൂക്ഷമായി അച്ഛനോട് പറഞ്ഞു പോയതിൽ അവൾക്ക് തെല്ലും കുറ്റബോധം തോന്നിയില്ല. കാരണം വിദ്യാഭ്യാസം നേടണമെന്നുള്ളതും ആരുടെ കൂടെ എങ്ങനെ ജീവിക്കണമെന്നുള്ളതും ഓരോ വ്യക്തിയുടെയും സ്വന്തം അവകാശമാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തത് അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. ആർക്കും മുഖം നൽകാതെ കിങ്ങിണി മുറിയിൽ കയറി വാതിലടച്ചു. മോളെ ഞാൻ. അച്ഛൻ്റെ ഹൃദയം വല്ലാതെ വിങ്ങി പൊട്ടിപ്പോയി. അദ്ദേഹം അറിയാതെ വാവിട്ട് കരഞ്ഞുപോയി. ഒരു ഭാഗത്ത് എൻ്റെ കുട്ടിയുടെ കണ്ണീർ, മറുഭാഗത്ത് അവളുടെ ജീവൻ. ഞാൻ എന്താ എൻ്റെ ഭഗവതി ചെയ്യുക? കണ്ടു നിൽക്കുന്ന അത്രയും പേരുടെയും നെഞ്ചു പൊള്ളിപ്പറിക്കുന്ന കരച്ചിൽ കണ്ടു നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഏട്ടാ കരയാതെ. അവൾ സമ്മതിക്കും. നമ്മൾ ഈ വിവാഹം നടത്തും. അവൾ നമ്മുടെ കുട്ടിയാ. നമുക്ക് നാണക്കേടുണ്ടാക്കുന്നതൊന്നും അവൾ ചെയ്യില്ല. ചന്ദ്രൻ ഏട്ടനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഏട്ടൻ പോകാൻ തയ്യാറായിക്കോ. ഇനി നിന്നാൽ താമസിക്കും തിരുമേനിയുടെ അടുത്തെത്താൻ. എൻ്റെ മോള്. പേടിക്കണ്ട ഏട്ടാ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ശ്രദ്ധിച്ചോളാം. ഏട്ടാ, ഇതാ മോളുടെ പത്രിക. ഇനി വൈകണ്ട. ഇപ്പം പോയാലല്ലേ ഉച്ചയ്ക്കെത്തൂ? ശ്രീദേവി പത്രിക നൽകിക്കൊണ്ട് പറഞ്ഞു. ഏട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അവൾക്കൊന്നുമില്ല. നമ്മുടെ മനസ്സ് നമ്മുടെ മോൾക്കറിയാം. നമ്മൾ അവൾക്ക് തെറ്റായി വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് അവൾ മനസ്സിലാക്കും. അവൾ സമ്മതിക്കും കല്യാണത്തിന്. ഏട്ടൻ പോയിട്ട് വാ. ഒരുവിധം ചന്ദ്രൻ ഏട്ടനെ സമാധാനപ്പെടുത്തി തൃപ്പങ്കോട്ടേക്ക് അയച്ചു. നിങ്ങൾ ആരെങ്കിലും കിങ്ങിണി മോളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകണം. അവളെ ഒറ്റയ്ക്കിരുത്തരുത്. ചെറിയച്ഛൻ ശ്രീദേവിക്കും ഏട്ടത്തേക്കും നിർദ്ദേശം കൊടുത്തു. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. ശ്രീദേവി അവളുടെ ആശങ്ക പങ്കുവച്ചു. പേടിക്കണ്ട. ആ വാതിൽ കുറ്റിയിട്ട് അവളെ ഒറ്റയ്ക്കിരുത്താതിരുന്നാൽ മാത്രം മതി. പൊട്ട ബുദ്ധിക്ക് എന്തെങ്കിലും ചെയ്തു പോയാൽ നഷ്ടം നമുക്ക് മാത്രമാണ്. അതും പറഞ്ഞ് ചന്ദ്രൻ പുറത്തേക്ക് പോയി. കിങ്ങിണി അവളുടെ മുറി കുറ്റിയിട്ട് കട്ടിലിൽ കിടന്ന് വാവിട്ട് കരഞ്ഞു. എനിക്ക് മാത്രം എന്താ ഇപ്പം എല്ലാം ഇങ്ങനെ? എൻ്റെ സ്വപ്നം മാത്രം എന്താ നടക്കാത്തെ? ഞാനെന്താ പാവയാണോ? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. കിങ്ങിണി സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പഠിക്കാൻ വേണ്ടിയും വലിയ നിലയിലെത്താൻ വേണ്ടിയോ അല്ലേ നിഹാലേട്ടൻ എന്നെ വേണ്ടാന്ന് വെച്ചത്? എന്നിട്ടിപ്പോൾ ഇവിടെ ആ മനുഷ്യൻ എന്നോട് തോന്നിയ കരുണ പോലും വേറെ ആർക്കും തോന്നുന്നില്ലല്ലോ. ഓരോന്നൊക്കെ ഓർത്ത് കിങ്ങിണിയുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. അവൾ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയിരുന്നു.
പിന്നെ കയ്യിൽ തടഞ്ഞ നിറച്ചായങ്ങളെടുത്ത് അത് ക്യാൻവാസിലേക്ക് പകർത്താൻ തുടങ്ങി. ലാലേ, നീ ഫൈസലിൻ്റെ വീട്ടിൽ വെച്ച ആ കുട്ടിയെ എങ്ങനെയാണ് കണ്ടത്? വിദ്യാർത്ഥി ചോദിച്ചു. ഏത് കുട്ടി? അവൻ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അന്ന് ഓഡിറ്റോറിയത്തിൽ പെട്ടുപോയ? അത് ഫൈസലിൻ്റെ പെങ്ങളുടെ കൂട്ടുകാരിയാ ആ കൊച്ച്. നീയുമായിട്ട് എങ്ങനെയാ? നല്ല കുട്ടിയാണോ? ഞാനുമായിട്ട് നല്ല കുട്ടിയാ. നിഹാൽ എന്തൊക്കെയോ ഓർത്ത് ചിരിച്ചു. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിഹാൽ പാത്രത്തിൽ നിന്ന് ഓംലെറ്റ് വായിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ നികേഷ് പറഞ്ഞു, ഈ കല്യാണം ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ കുട്ടിയെ ഇവന് വേണ്ടി ആലോചിക്കായിരുന്നു. പെട്ടെന്ന് നിഹാലിൻ്റെ കയ്യിൽ നിന്ന് ബുൾസൈ പാത്രത്തിലേക്ക് വീണു. അവനൊന്ന് ഞെട്ടിയത് എല്ലാവരും കണ്ടു. പിന്നെ പിന്നെ അതൊരു ചെറിയ കുട്ടിയാ, പോരാത്തതിനൊരു പാവവും. എന്തിനാ അതിൻ്റെ ലൈഫ് കളയുന്നേ? നിഹാൽ അല്പം പതർച്ചയോടെ പറഞ്ഞു. നിന്നോട് ആ കൊച്ചിനെ കെട്ടാനല്ല പറഞ്ഞേ, ആലോചിക്കാതിന് സജഷൻ വെച്ചതാ ഞങ്ങൾ. ഓ, വലിയ കാര്യമായിപ്പോയി. നിഹാൽ കഴിപ്പും മതിയാക്കി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഇതെന്ത് കഥയാ? മറക്കാൻ വേണ്ടി പഠിച്ച പടി 18 നോക്കി. എന്നിട്ടും എൻ്റെ കിങ്ങിണി, നീ എന്തിനാ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? നിനക്ക് വല്ലതും അറിയണോ? എന്താ സുഖം, ഞാനിവിടെ ഉരുകിയില്ലാതായി പോവുക. നിന്നോട് ആരും എന്തായാലും എന്നെക്കുറിച്ച് ചോദിച്ച് ശല്യം ചെയ്യില്ലല്ലോ. നിഹാൽ പതിയെ ബാൽക്കണിയുടെ അങ്ങോട്ട് വാതിൽ തുറന്നു. ഇളവെയിലിൽ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ് മുല്ലവള്ളികൾ. വിരിഞ്ഞു നിൽക്കുന്ന കുടമുല്ലപ്പൂവിൻ്റെ ഒരു തണ്ടും കുലയും കയ്യിലെടുത്ത് അവൻ അതിലേക്ക് നോക്കി നിന്നു. അന്ന് അമ്പലത്തിൽ വെച്ച് അവൾക്ക് കൈമാറിയ മുല്ലപ്പൂക്കളെക്കുറിച്ച് നിഹാൽ ഓർത്തു. എനിക്ക് ചെമ്പകപ്പൂക്കളാണ് ഏറെ ഇഷ്ടം. ആരോ അവൻ്റെ കാതിൽ മന്ത്രിക്കും പോലെ അവന് തോന്നി. നിഹാൽ കുറച്ചു നേരം കൂടെ അവിടെ നിന്നു. പിന്നെ എന്തോ ഓർത്തുപോലെ താഴെ കോടിയിറങ്ങി. അമ്മേ, അമ്മേ! നിഹാൽ അമ്മയെ വിളിക്കാൻ തുടങ്ങി. എന്താടാ, ഈ ചെമ്പകപ്പൂ എവിടെ കിട്ടുക? അതതിൻ്റെ ചെടിയിൽ. ഓ, സന്ദർഭത്തിൽ ചേരുന്ന കോമഡി പറഞ്ഞ അമ്മേ. നിനക്കിപ്പോൾ എന്തിനാ ചെമ്പകപ്പൂ? ചെമ്പരത്തിപ്പൂവാണേ മുറ്റത്ത് നിൽപ്പുണ്ട്. ചെമ്പകപ്പൂ ഇപ്പോൾ എവിടെ കിട്ടാനാ? പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കാണണം. വെള്ള ചെമ്പകപ്പൂവിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുപോലെ ദേവീക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി വെള്ള ചെമ്പകപ്പൂവ് കിട്ടിയാൽ ഇഷ്ടപുരുഷനെ സ്വന്തമാക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയോട് ഞാൻ ചെമ്പകപ്പൂ എവിടെ കിട്ടുമെന്നല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ അതിൻ്റെ കൃഷി തുടങ്ങാനൊന്നും പറഞ്ഞില്ലല്ലോ. നിഹാൽ അതും പറഞ്ഞ് കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് TV-യിൽ നിന്നും അത് കേട്ടത്. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കുകയേ ചെയ്യരുത്. എന്ത്, ഞാൻ മോഷ്ടിക്കുമെന്നോ? എടി കള്ളി, അപ്പോൾ ഇതാണല്ലേ നീ എന്നെ കുറുനരി എന്ന് വിളിച്ചത്? നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. നിഹാൽ തന്നെ നിന്ന് ചിരിച്ചു. ഇവനിത് എന്തു പറ്റിയമ്മേ? വിദ്യ നിഹാലിൻ്റെ ഒറ്റയ്ക്ക് നിന്നുള്ള ചിരി കണ്ട് ചോദിച്ചു. ആർക്കറിയാം, കല്യാണ വീട്ടിൽ നിന്ന് വല്ല തേങ്ങയ്ക്ക് ഏറ് കിട്ടിയോ ആവോ? അമ്മ പറയുന്നത് കേട്ട് വിദ്യ ചിരിച്ചു. നിഹാൽ കാറുമെടുത്ത് പുറത്തേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞും കിങ്ങിണിയുടെ മുറിയിൽ വാതിൽ തുറക്കാതെ ആയപ്പോൾ ശ്രീദേവിയും ലളിതയും കൂടെ അവളുടെ വാതിൽ മുട്ടി വിളിച്ചത്. കിങ്ങിണി, മോളെ വാതിൽ തുറക്ക്, മോളെ വാതിൽ തുറക്ക്, ചെറിയമ്മയാ. കുറേ നേരം വിളിച്ചിട്ടും അനക്കമൊന്നും ഉണ്ടായില്ല. അവർ ആകെ പേടിച്ച് കരച്ചിലിൻ്റെ വക്കോളമെത്തി. ഒരുപാട് നേരം വിളിച്ചപ്പോഴാണ് കിങ്ങിണി വാതിൽ തുറന്നത്. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കാതെ കട്ടിലിൽ പോയിരുന്നു. പെട്ടെന്ന് ലളിതയുടെ കണ്ണുകൾ കിങ്ങിണിയുടെ പടം വരയ്ക്കുന്ന ക്യാൻവാസിൽ തട്ടി നിന്നു. നിഹാലിൻ്റെ ചിത്രം. ലളിത കത്തുന്ന നോട്ടത്തോടെ കിങ്ങിണിയെ വലിച്ചെഴുന്നേൽപ്പിച്ച് തലങ്ങും വിലങ്ങും തല്ലി. എടി ഒരുമ്പെട്ടവളെ, ഇതാണല്ലേ കല്യാണത്തിന് നീ സമ്മതിക്കാഞ്ഞത്? കിങ്ങിണിയെ തല്ലുന്നതിനിടയ്ക്ക് ലളിത പറഞ്ഞുകൊണ്ടിരുന്നു. വിടമ്മേ, തല്ലല്ലേ അമ്മേ. ഓർക്കാപ്പുറത്ത് കിട്ടിയ തലയിൽ കിങ്ങിണി ശരിക്കും പേടിച്ചു. അവളെ ലളിത വലിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ കിങ്ങിണി നിലത്തേക്ക് വീണുപോയി. ഏട്ടത്തി, വിട് വിട്, അവളെ തല്ലാതെ. എന്തേ കാണിക്കുന്നേ? എന്തിനവളെ തല്ലുന്നത്? ശ്രീദേവി തടസ്സം പിടിക്കാൻ വന്നു. നീ മാറി ശ്രീദേവി, ഇവളെ ഞാൻ വെച്ചേക്കില്ല. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ ജനിച്ച സാധനം ഇവളെ ഞാൻ ഇന്ന്. ലളിത കിങ്ങിണിയുടെ മുടിക്കുത്തിൽ പിടിച്ച് പിന്നെയും തല്ലി അവളെ നോവിച്ചു. ഇതിനാണോ നിന്നെ എല്ലാവരും കൂടെ പുന്നാരിച്ച് വളർത്തിയത്? തല്ലാതമ്മേ, ഞാൻ എന്ത് ചെയ്തെന്നീ പറയുന്നേ? നിനക്കറിയില്ലടി, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കുന്നു. ഏട്ടത്തി, അവളെ തല്ലാതെ. ഇനി കാര്യം എന്താണെന്ന് ആദ്യം പറ, എന്നിട്ട് അവളെ തല്ലുവോ കൊല്ലുവോ ചെയ്യ്.
ശ്രീദേവി കരഞ്ഞുകൊണ്ട് അവർക്കിടയിൽ തടസ്സം നിന്നു. നീ ഇത് കണ്ടോ അവൾ കാണിച്ചു വെച്ചേക്കുന്നത്? ഇവിടെ ഇതൊക്കെ മനസ്സിൽ വെച്ചാ കല്യാണത്തിന് സമ്മതിക്കാത്തത്. ലളിത കിങ്ങിണിയുടെ ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന ചിത്രത്തെ നോക്കി പറഞ്ഞു. ശ്രീദേവിയും അപ്പോഴാണ് ആ ചിത്രം ശ്രദ്ധിച്ചത്. നിഹാലിന്റെ ചിത്രം. അതൊരു പടമല്ലേ, അതിനെന്താ ഇപ്പോ? ഏട്ടത്തിക്ക് ഇവൾ എന്തിനീ പടം വരച്ചെന്ന് അറിഞ്ഞാൽ പോരെ? അത് അവളോട് തന്നെ ചോദിച്ച പോരെ, തല്ലിച്ചതയ്ക്കണോ? ശ്രീദേവി ചൂടായി. മോളെ, എന്തിനാ നീ പയ്യൻ്റെ പടം വരച്ചത്? കിങ്ങിണി ആകെ കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു. ചെറിയമ്മേ, ആ ചേട്ടൻ്റെ കല്യാണം ഉടനെയുണ്ട്. അപ്പോൾ ഒരു വിവാഹ സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയാ ഞാനിത് വരച്ചത്. എന്നെ രക്ഷിച്ച ആളല്ലേ, ഇതെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ, അല്ലാണ്ട് അയാളോട് എനിക്ക്. കിങ്ങിണി വാക്കുകൾ പൂർത്തിയാക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. ലളിത കിങ്ങിണി പറഞ്ഞത് കേട്ട് അനങ്ങാതെ നിൽക്കുകയാണ്. ഇപ്പം മനസ്സിലായോ എന്തിനാ അവൾ വരച്ചതെന്ന്? ആദ്യം സ്വന്തം മക്കളിൽ വിശ്വാസം വേണം, എങ്കിലേ അവർക്ക് തിരികെ എന്തെങ്കിലും സ്നേഹം ഉണ്ടാവും. ഏട്ടത്തി വിചാരിച്ചതല്ലായിരുന്നല്ലോ സത്യാവസ്ഥ. ഇത്രയും തരം താഴരുത് ആരായാലും. ശ്രീദേവി അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. ലളിത ഒരു നിമിഷം അറിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ശ്രീദേവി മനസ്സിലാക്കുന്നതിൻ്റെ 1/4 പോലും എനിക്കെൻ്റെ മോളെ മനസ്സിലാക്കാൻ തോന്നിയില്ലല്ലോ. അവർ ഹൃദയവേദനയോടെ ആ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. കിങ്ങിണി കരഞ്ഞുകൊണ്ടുപോയത് കുളത്തിലേക്കായിരുന്നു. ചെമ്പകപ്പൂക്കൾ എല്ലാം വാടിക്കുഴിഞ്ഞ് നിലത്ത് വീണ് കിടപ്പുണ്ട്. അവയ്ക്ക് പോലും കിങ്ങിണിയുടെ മുഖം കണ്ട് സഹിക്കാൻ വയ്യാതെ തല കുനിച്ചതാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. കിങ്ങിണി കുളപ്പടവിൽ പോയിരുന്നു. ആരും കാണാതെ കണ്ണുപൊത്തി കരയാൻ തുടങ്ങി. എന്തിനാ ദൈവമേ ഇങ്ങനെയൊരു ജന്മം? ഇത്രയും നാൾ സന്തോഷമായി ജീവിച്ചിട്ട് ഇത്രയും വലിയ സങ്കടക്കയത്തിലേക്കെല്ലാം എന്തിനാ ഇങ്ങനെ വലിച്ചെറിയുന്നത്? കിങ്ങിണിയുടെ നെഞ്ചു വല്ലാതെ വിങ്ങിപ്പൊട്ടി പിളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. മോളെ, പെട്ടെന്ന് ആരുടെയോ കൈ കിങ്ങിണിയുടെ തോളിൽ പതിഞ്ഞപ്പോഴാണ് അവൾ മുഖമുയർത്തി നോക്കിയത്. ചെറിയമ്മേ. കിങ്ങിണി കരഞ്ഞുകൊണ്ട് ചെറിയമ്മയുടെ കാലിൽ വട്ടം പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര വലിയ ശല്യമാണ് ചെറിയമ്മേ? എൻ്റെ പൊന്നു മോളെ എന്ന് തേങ്ങി വിളിച്ചുകൊണ്ട് ശ്രീദേവി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നീ ഒരിക്കലും ഞങ്ങൾക്കാർക്കും ഒരു ശല്യമല്ല മോളെ. നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ ചെറിയമ്മേ എന്നെ എല്ലാവരും കൂടെ പറഞ്ഞയക്കുന്നേ? കിങ്ങിണി ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മറ്റൊരു വഴി ഇല്ലാഞ്ഞിട്ടാ മോളെ. നിനക്കറിയോ, നീ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി വേദന ഞങ്ങൾക്കുണ്ട്. നിന്നെ ഉടനെ കല്യാണം കഴിപ്പിക്കാനൊന്നും ഇവിടെ ആർക്കും താല്പര്യവുമില്ല. പക്ഷേ നിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ മാർഗമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ മോളെ. ചെറിയമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? സത്യം മോളെ, നിന്റെ ജാതകം എഴുതിച്ചപ്പോൾ നേരത്തെ തന്നെ ജോത്സ്യൻ പറഞ്ഞിരുന്നു 18 വയസ്സ് തികയും മുൻപ് പോയി നിന്റെ ജാതകം നോക്കണമെന്ന്. അങ്ങനെയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് നിന്റെ അച്ഛനും ചെറിയച്ഛനും തൃപ്പങ്കോട്ട് തിരുമേനിയെ കാണാൻ പോയത്. അങ്ങനെയാണ് ഉടനെ നിന്റെ വിവാഹം നടത്തണമെന്നും ഇല്ലെങ്കിൽ നിനക്ക് ദോഷമാണെന്നും എല്ലാം അറിഞ്ഞത്. നിന്റെ ജീവൻ വെച്ച് ഒരു ഭാഗ്യപരീക്ഷണം ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല മോളെ. അതുകൊണ്ടാണ് ഞങ്ങളിത്. ശ്രീദേവി വാക്കുകൾ മുഴുവിപ്പിക്കാതെ കരഞ്ഞുപോയി. ചെറിയമ്മ, ഞാൻ എൻ്റെ പൊന്നുമോളി കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ ജാതകവുമേ ചേരുന്ന പയ്യനാണ് അത്. ഉടനെ വിവാഹം നടത്തിയില്ലെങ്കിൽ അവൻ്റെ മംഗല്യ സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് തിടുക്കം കാണിക്കുന്നത് എല്ലാവരും. ചെറിയമ്മേ, ഇത്ര പെട്ടെന്ന് ചെറിയമ്മയ്ക്ക് അറിയാം മോളെ പെട്ടെന്നാണെന്ന്. മോക്കിത് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവുമെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. നിന്നെ നേരത്തെ പറഞ്ഞ് ഒരുപാട് വിഷമിപ്പിക്കണമെന്നോർത്ത ഒന്നും പറയാതിരുന്നത്. മോള് സമ്മതിക്കണം. കിങ്ങിണി മോളെ. അമ്മയുടെ വിളി കേട്ടാണ് അവൾ മുഖമുയർത്തി നോക്കിയത്. ആ കണ്ണുകൾ വല്ലാതെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. കിങ്ങിണിയും ശ്രീദേവിയും ലളിതയെ കണ്ട് എഴുന്നേറ്റ് നിന്നു. ലളിത പതുക്കെ നടന്ന് കിങ്ങിണിയുടെ അടുത്തേക്ക് വന്നു. അമ്മയോട് എൻ്റെ മോള് ക്ഷമിക്ക്. പെട്ടെന്ന് അമ്മയൊന്നും ആലോചിക്കാതെ എൻ്റെ മോളെ തല്ലിപ്പോയതാ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ പെരുമാറുന്ന ഒരാളായിപ്പോയി. അമ്മ മോളെ വേദനിപ്പിച്ചെങ്കിൽ അമ്മയോട് എൻ്റെ മോള് ക്ഷമിക്കണം. ലളിത അതും പറഞ്ഞ് കിങ്ങിണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞു. അമ്മേ, കരയാതെ. എനിക്കൊരു ദേഷ്യവും ഇല്ല. പോട്ടെ, അത് സംഭവിച്ചു പോയില്ലേ, അത് വിട. ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഒരു പരാജയം തന്നെയാണ്. നിൻ്റെ ഇഷ്ടങ്ങളൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. മാത്രവുമല്ല മിക്കതും മുടക്കാൻ നോക്കിയിട്ടുമുണ്ട്. പക്ഷേ അച്ഛൻ നിന്നെ പ്രാണനാണ്. ആ മനുഷ്യന്
എൻ്റെ മോളെ വേദനിപ്പിക്കരുത്, മനുഷ്യനെ എൻ്റെ മോള് വേദനിപ്പിക്കരുത്. ചങ്കു പൊട്ടിയ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഈ കല്യാണം നടക്കണം, എൻ്റെ മോള് സമ്മതിക്കണം. അമ്മ, ഞാൻ ഇത്രയും നാൾ നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് വേണ്ടി ആ മനുഷ്യൻ നടത്തി തന്നില്ലേ? ഈ വിവാഹം നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നം കൂടിയാ. കൊടുത്ത വാക്കിന് ഈ വിവാഹം നടന്നില്ലെങ്കിൽ മോൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെയുള്ളവർ ആരെങ്കിലും ജീവിച്ചിരിക്കുമെന്ന്? അമ്മയുടെ വാക്കുകൾ കിങ്ങിണിയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കത്തികൊണ്ട് വരഞ്ഞു തുടങ്ങി. കുറേ നേരം അവൾ ഒന്നും മിണ്ടാതെ കുളപ്പടവിൽ തന്നെ ഇരുന്നു. അച്ഛൻ്റെ ജീവൻ ഞാനാണ്, ഇവിടെയുള്ള എല്ലാവരുടെയും പ്രാണനും ഞാനാണ്. ഇന്നേ വരെ എൻ്റെ ഒരു ആഗ്രഹവും ആരും നടത്തി തരാതിരുന്നിട്ടില്ല. നിഹാലേട്ടൻ പറഞ്ഞതുപോലെ വിധി ഇതായിരിക്കും. അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന ആളെ കെട്ടി ജീവിക്കാനാണ് എൻ്റെ വിധി. അതുപോലെ നടന്നോട്ടെ. ഇന്നലെ കണ്ടൊരു ചെറുക്കിന് വേണ്ടി ജീവിതം തുലച്ചു കളയുന്നതിലും ഭേദം ഇത്രയും നാളും വളർത്തി വലുതാക്കിയ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുന്നത് തന്നെയാണ്. എന്തേലും സംഭവിച്ചാലും അവരെങ്കിലും കൂടെ ഉണ്ടാകുമല്ലോ. കവളിൽ കൂടി ഊർന്നിറങ്ങിയ കണ്ണീരിനെ കിങ്ങിണി തുടച്ചു മാറ്റി. ചെറിയമ്മേ, എന്താ മോളെ? കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്, അച്ഛനോടും പറഞ്ഞേക്ക്. കിങ്ങിണി പറഞ്ഞു. സത്യമാണോ? ചെറിയമ്മയും അമ്മയും അത്ഭുതത്തോടെ കിങ്ങിണിയെ നോക്കി. അതെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ ഇനി ഒരിക്കലും തടസ്സം നിൽക്കില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ തീരുമാനിച്ചോ, ഞാൻ നിന്ന് തന്നോളാം. അത്രയും പറഞ്ഞ് കിങ്ങിണി അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. കട്ടിലിൽ പോയി കണ്ണടച്ച് കുറേ നേരം കിടന്നു. കണ്ണീരും അവളിൽ നിന്ന് ഒഴുകി ഒലിച്ചുകൊണ്ടിരുന്നു. പതിയെ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് നിഹാലിൻ്റെ ചിത്രമായിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് ചെന്ന് അതിൽ കൈകൾ കൊണ്ട് തലോടി. ഇനി ഈ മുഖം എനിക്കും അന്യമാണ്. ഒരിക്കലും തമ്മിൽ കാണുവാൻ ഒരിടം ഇനി ഉണ്ടാകില്ല. കിങ്ങിണി ആ ചിത്രമെടുത്ത് ഭദ്രമായി അലമാരയിൽ വെച്ചു. കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്ന് കരഞ്ഞു. കലങ്ങിയ കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ തലമുടിയും ശരിയാക്കി വെച്ചു. ഇല്ല, ഇനി കരയാൻ പാടില്ല, കരയില്ല ഞാൻ. അവൾ സ്വയം മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുഖത്തെ ക്ഷീണവും ഉള്ളിലെ ചൂടുമൊന്ന് തണുപ്പിക്കാൻ വേണ്ടി കിങ്ങിണി കുളിക്കാനായി കുളത്തിലേക്ക് പോയി. പതിവ് പോലെ തന്നെ ചെമ്പകപ്പൂക്കൾ വിടർന്നു നിന്നിരുന്നു. പക്ഷേ എന്നത്തെയും പോലെ അവയൊന്ന് തൊടാൻ പോലും കിങ്ങിണിക്ക് തോന്നിയില്ല. അവൾ കുളിക്കാനായി കുളത്തിലേക്ക് പോയി. കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുറ്റത്തൊരു കാറ് കിടക്കുന്നത് കിങ്ങിണി കണ്ടു. ഏതോ വിരുന്നുകാർ വന്നിട്ടുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അവൾ പുറകുവശത്തു കൂടെയാണ് വീട്ടിലേക്ക് കയറിയത്. അമ്മേ, ആരെ വന്നത്? കിങ്ങിണി സ്വരം താഴ്ത്തി അമ്മയോട് ചോദിച്ചു. ആ, മോള് വന്നോ? എന്താ അമ്മേ? അത് മോള് പോയി നല്ല ഈ ഡ്രസ്സല്ല ഒന്ന് മാറി വാ. ചെറിയമ്മ മോളെ ഒരുക്കി തരും. എന്തിന്? ജഗന്മോൻ വന്നിട്ടുണ്ട്. ഇന്നലെ അവൻ നാട്ടിൽ നിന്ന് വന്നു. ലീവില്ലെന്ന് പറഞ്ഞായിരുന്നു നിശ്ചയത്തിന് വരാഞ്ഞത്. ഇതിപ്പോൾ ലീവ് കിട്ടി. അവരുടെ കൂട്ടത്തിൽ ചിലൻ്റെ മോളെ കണ്ടിട്ടില്ല. അവനും അപ്പോൾ അവരുടെ കൂടെ കാണാൻ വന്നതാ. അമ്മ തപ്പിത്തടഞ്ഞു. പെണ്ണ് കാണൽ അല്ലേ? മോള് പോയിട്ട് റെഡിയായി വാ. അമ്മ ചായയൊക്കെ എടുത്തു വെക്കാം. ശ്രീദേവി, നീ ഇവളെയും കൂടി കൊണ്ടുപോകോ. ചെറിയമ്മ അവളെയും കൂട്ടി മുറിയിലേക്ക് പോയി. കടും പച്ചയും ചുവപ്പും കലർന്ന ഒരു സിമ്പിൾ പട്ടുസാരി കിങ്ങിണിയെ ഭംഗിയായി ഉടുപ്പിച്ചു. കയ്യിൽ ചെറിയ ചില സ്വർണ്ണവണകൾ അണിയിച്ചു. കഴുത്തിൽ കുഞ്ഞു പാലയ്ക്കാമാലയും അണിയിച്ചു. കണ്ണെഴുതി പൊട്ടും തൊട്ട് സുന്ദരിയാക്കി അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചു. കയ്യിലേക്ക് ചായ എടുത്തു കൊടുത്തു. കിങ്ങിണി ചെറിയ അസ്വസ്ഥതയോടെ ചായ നിറച്ച് ട്രേ മേടിച്ച് ഹാളിലേക്ക് നടന്നു. അവളുടെ പുറകെ പലഹാരവുമായിട്ട് അമ്മയും ചെറിയമ്മയും നടന്നു. ചെറിയച്ഛൻ ചെക്കനോട് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. അയാളും എന്തൊക്കെയോ ഉത്തരം പറയുന്നുണ്ട്. കിങ്ങിണിയുടെ കൊലുസിൻ്റെ ശബ്ദം കേട്ട് ജഗത്തിൻ്റെ കണ്ണുകൾ ആ ശബ്ദത്തിൻ്റെ ഉറവിടം തേടിപ്പോയി. ആ, മോള് വന്നല്ലോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കിങ്ങിണിക്കുട്ടി. ശരിക്കുള്ള പേര് ചഞ്ചല എന്നാണ് കേട്ടോ. മോളെ, അതാ പയ്യൻ. ചായ അങ്ങോട്ട് കൊടുക്കുക. ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ കിങ്ങിണി ചായ അവന് നേരെ നീട്ടി. ജഗൻ മിഴികൾ ഉയർത്തി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് ഓർത്തിരുന്നതാ. പിന്നെ ഇവൻ വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അതാ പിന്നെ ഇന്നത്തേക്ക് വരെ ഫിക്സ് ചെയ്തത്, ചെക്കൻ്റെ അളിയൻ പറഞ്ഞു. ആ, അത് കുഴപ്പമില്ല. ഏട്ടൻ ഇവിടെ ഇല്ലാതെ പോയെന്നേ ഉള്ളൂ. അവിടെയും അതെ. ഇന്നലെ രാത്രിയാ തിരുമേനി വിളിച്ച് ഇന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞത്. ആ, ചെക്കനും പെണ്ണും ആദ്യം ആയിട്ടില്ലേ കാണുന്നത്. അവർക്കെന്തായാലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിലോ?
അത് നേരാ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ. ചെല്ല്, രണ്ടാളും പോയി സംസാരിച്ചിട്ട് വാ, ചെറിയച്ഛൻ പറഞ്ഞു. പുറത്തേക്ക് നിന്നാലോ? ജഗൻ കിങ്ങിണിയോട് ചോദിച്ചു. അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു. പിന്നെ അവൻ്റെ പിന്നാലെ പുറത്തേക്കിറങ്ങി. രണ്ടാളും കൂടെ മുറ്റത്തെ കാറിൻ്റെ അടുത്തായി പോയി നിന്നു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി പാസ്സാക്കി രണ്ടാളും നിന്നു. പിന്നെ ജഗൻ ചോദിച്ചു, ചഞ്ചല എന്തിനാ പെട്ടെന്ന് ഒരു കല്യാണത്തിന് സമ്മതിച്ചത്? അത് അത് പിന്നെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരുടെയും ഇഷ്ടം. എനിക്കും അതേ കാഴ്ചപ്പാടാണ്. വീട്ടുകാരുടെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെയും ഇഷ്ടം. ചഞ്ചലയ്ക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സ്ത്രീകൾ അങ്ങനെ ജോലിക്ക് പോകാറില്ല. പക്ഷേ ഞാൻ പഠിപ്പിക്കും കേട്ടോ, അതോർത്ത് ടെൻഷൻ വേണ്ട കേട്ടോ. കിങ്ങിണി പുച്ഛത്തോടെ ഒന്ന് മൂളി.